കാസർഗോഡുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബീഫ് പള്ളിക്കറി. പള്ളിയിൽ വെക്കുന്ന ബീഫ് കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് അത്രത്തോളം റെഡിയാവില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന പോലെ ഏകദേശം ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിലിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 5 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില അത് കൈകൊണ്ടൊന്ന് ഇരടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് കുക്കറിൽ അല്ലാതെയും നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുക്കർ പ്രിഫർ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് വഴന്ന് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സായാൽ മാത്രം മതി ഓയിലിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. അളവൊക്കെ ഞാൻ കൃത്യമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ 1 കിലോ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ബോൺലെസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ ബോൺ അടക്കമുള്ളത് എടുത്തോളൂ, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ബോൺലെസ് ഉള്ളതുകൊണ്ട് ഞാൻ മൊത്തമായിട്ടും ബോൺലെസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 kg ഉണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാണ്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വിനെഗർ, നമ്മുടെ സുർക്കയും പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിൽ നിന്നൊക്കെ ധാരാളം വെള്ളം ഇറങ്ങി വരും, അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിതിൻ്റെ മസാലകൾ തയ്യാറാക്കണം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 5-6 നമ്മുടെ ഏലക്ക എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം പട്ടയാണ്. ഈ ഒരു സൈസ് പട്ട മതിയാവും. പിന്നെ കുറച്ച് കറാമ്പു എന്ന് പറയുന്ന സാധനം, അതൊരു 6 എണ്ണം എടുത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1 കിലോ ബീഫിലേക്കുള്ള കണക്കാണ്. പിന്നെ 1 ടീസ്പൂണ് മുഴുവൻ കുരുമുളക് എടുക്കുന്നുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5-6 വറ്റൽ മുളക്. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇതും വേണം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇത്രയും മതി പൊടികൾ. ഇതൊക്കെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇളം ചൂടിൽ തന്നെ, ഒരുപാട് ഇത് കൂളാവാൻ കാത്തിക്കണ്ട, ആ ഇളം ചൂടിൽ തന്നെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ലോണം പൗഡർ ആവണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇനിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് എന്തായി നോക്കാം. അപ്പോൾ ഞാൻ ബീഫിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും കുറേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഉള്ളിൽ നിന്നും ബീഫിൽ നിന്നൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷമാണ്. ഈ മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം. ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല, കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു കറി ഉണ്ടാവുക. അപ്പോൾ ഈ മസാല മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്, ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് എങ്കിലും നമ്മുടെ കറിക്ക് വേണം. ഇത് വെച്ചിരുന്നാൽ കുറച്ചുകൂടി തിക്കാവും. ഇനി ഞാനൊരു തണ്ട് കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞെരടിയിട്ട് തന്നെ ചേർക്കണം, എന്നാൽ ആ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി ഇതിപ്പം നമുക്ക് അടച്ചു വെക്കാം. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി സെർവ് ചെയ്യാം. ഇപ്പം നല്ലൊരു സ്മെല്ല് വരും. നല്ലോണം എല്ലാ മസാലകളും കറിവേപ്പിലയും ആ വെളിച്ചെണ്ണയും ഒക്കെ മിക്സായിട്ട് ഒരു കിടിലൻ
മണം വരും. അപ്പോഴേക്കും നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കിഡിലൻ ബീഫ് പള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ്? നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാധാ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കിഡു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ നെയ്ച്ചോറ് ഇവിടെ ആക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ബീഫ് പള്ളിക്കറി എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഫ്രഷ് മസാലയുടെ ആ ഒരു സ്മെല്ല് വേറെ തന്നെയാണല്ലോ. കണ്ടില്ലേ, ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നെയ്ച്ചോറൊക്കെ കൂട്ടി ഇതൊന്ന് കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ആക്ച്വലി ഇത് ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കാനായിരുന്നു കൂടുതൽ ടേസ്റ്റ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.